ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ വരുന്ന അരിയിൽ ഷുക്കൂർ കേസിൽ പി ജയരാജനും അതോടൊപ്പം തന്നെ TV രാജേഷിനും തിരിച്ചടി എന്നുള്ളതാണ്. റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ഇതിന്റെ വിശകലനവുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഈ കുറ്റപത്രം തന്നെ റദ്ദാക്കണം, ഗൂഢാലോചനയിൽ പങ്കാളികളല്ല, വിടുതൽ ഹർജി നൽകിയിരുന്നു. പക്ഷെ അത് തള്ളുകയാണ് CBI പ്രത്യേക കോടതി. അതായത് വിചാരണ നേരിടണം പി ജയരാജനും TV രാജേഷും. തീർച്ചയായിട്ടും വാർത്തകൾ ഇപ്പോഴാണ് കേട്ടത്. അത് സ്വാഭാവികമായും അങ്ങനെ CBIയുടെ കോടതിയിൽ നിന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ മേൽക്കോടതിയിലുണ്ടല്ലോ. പാർട്ടിയോ അല്ലെങ്കിൽ വീരജരാജനും അദ്ദേഹത്തോടൊപ്പം പ്രതിയായിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മേൽക്കോടതിയെ സമീപിക്കുന്നതാണ്. അത് കെട്ടിച്ചമച്ചൊരു കേസാണെന്നുള്ളത് കേരളത്തിൽ പലതവണ അതിനെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പി ജയരാജനെ കൊടുക്കാനായിട്ട് ഇതിന് മുമ്പോട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. CBI തന്നെ നടത്തിയ നാടകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനെ കണ്ണൂരും തിരുവനന്തപുരം വരെ അദ്ദേഹത്തിന്റെ ആംബുലൻസിൽ കൊണ്ട കഥകളൊക്കെ നമുക്കറിയാൻ പറ്റും. കാരണം CBIയെ സംബന്ധിച്ചോളം ഞാൻ കോടതിയെ വിമർശിക്കുകയല്ല, CBIയുടെ അന്വേഷണത്തെ മാത്രമേ വിമർശിക്കത്തുള്ളൂ. CBIയെ സംബന്ധിച്ചോളം കേരളത്തിലെ CPM നേതാക്കന്മാരെ കുടുക്കി കേരളത്തിലൊരു മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താ പറയുക അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കാൻ നിന്നിട്ട് കുറെ നാളുകളായി. ഇപ്പൊ CBI കോടതി അന്തിമ കോടതിയല്ല, മേൽക്കോടതിയെ സമീപിക്കാൻ പറ്റും. ആ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് നടത്താനായിട്ടുള്ള ശക്തി പി ജയരാജനും ഉണ്ട്, പാർട്ടിക്കും ഉണ്ട്. ഇത്തരം കെട്ടിച്ചമച്ച കള്ളക്കഥ കേസുകൾ ഇത് പലതവണയായിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൊലക്കത്തേക്ക് ഇരയായിട്ടുള്ളത് CPM പ്രവർത്തകരാണ്. പക്ഷേ CPM പ്രവർത്തകർ കൊലക്കത്തേക്ക് ഇരയാകുമ്പോഴൊന്നും ഇവിടെ ആരുടെയും കണ്ണീരൊഴുകാറില്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒഴിച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നേരിടും, നിയമപരമായിട്ട് നേരിടും. അത് മുന്നോട്ട് പോകാനുള്ള ശക്തി പാർട്ടിക്കുണ്ട്, പി ജയരാജൻ സഖാവിനുണ്ട്, ബാക്കി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരു അന്തിമ വിധിയായിട്ട് കാണാൻ പറ്റത്തില്ല. അതായത് അപ്പീലുമായി മുന്നോട്ട് പോകും, ഹൈക്കോടതിയിൽ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. നമ്മുടെ നിയമവ്യവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നതാണല്ലോ. അങ്ങനെ എത്രയോ നിയമ സംരക്ഷണം എല്ലാവർക്കും വ്യക്തികൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം എന്താ പറയാ വളച്ചു കെട്ടിയ അല്ലെങ്കിൽ കൃത്രിമമായി രൂപപ്പെട്ട ഇത്തരം കേസുകൾ നേരിട്ട് ചരിത്ര പാർട്ടിക്കുണ്ട്. അവയെല്ലാം നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ തന്നെ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ട് സംശുദ്ധമായ രീതിയിൽ പുറത്തു വന്ന എത്ര കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ ഭയാനകമായ ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്. ഇതൊരു CBIയുടെ അന്വേഷണം, അതൊരു പ്രഹസനമാണ്. എന്തായാലും മേൽക്കോടതിയിലേക്ക് പോയി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവം പി ജയരാജനും പാർട്ടിക്കുമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്തായാലും നിലവിൽ ഇരുവരും വിചാരണ നേരിടേണ്ടി വരും, അതല്ലെങ്കിൽ ഇത് പറഞ്ഞതുപോലെ അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും. നിലവിൽ കുറ്റപത്രം റദ്ദാക്കണമെന്ന പി ജയരാജന്റെയും TV രാജേഷിന്റെയും ആവശ്യം ഇപ്പോൾ എറണാകുളത്തെ CBI കോടതി തള്ളിയിരിക്കുകയാണ്.